മുസ്ലിം സമുദായം അതിന്റെ ഊർജം അനാവശ്യമായ വഴിയിലേക്ക് തിരിച്ചുവിട്ടുകൂടാ. പിളർപ്പുകളും സംഘടനകളും ഈ സമുദായത്തിനകത്ത് ഒരു മഹാരോഗമായി പിടികൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് ഖേദത്തോടെ ജമാഅത്തെ ഇസ്ലാമി ചൂണ്ടിക്കാണിക്കുകയാണ്. പല മതസംഘടനകളും പിളർന്നു. കേരള നദുവത്തുൽ മുജാഹിദീൻ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, വിശേഷിച്ച് നമ്മുടെ കേരളക്കരയിൽ പ്രഖ്യാപിതമായ ചില പരിപാടികളുമായി രംഗത്ത് വന്ന പ്രസ്ഥാനങ്ങൾ തമ്മിൽ തകരുകയും ചെയ്യുമ്പോൾ അവരുടെ പ്രതിയോഗികളോ അവരാൽ ദൗത്യം നിർവഹിക്കപ്പെടേണ്ടതോ ആയ ഒരു വലിയ മേഖലകളിൽ ഇന്ന് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വല്ലാതെ തഴച്ചു വളരുകയും അവർ മാനം മുട്ട വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ സംസ്കരണത്തിന് വേണ്ടി നിലകൊള്ളുന്നവർക്ക് ഉത്തരവാദിത്വം വർദ്ധിച്ച ഒരു കാലഘട്ടത്തിൽ അതിന് വിരുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുക ഇതൊരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നും നമ്മൾ ആലോചിക്കണം. അതിനെക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത്, ചിന്താപരമായ കാര്യങ്ങളിലും പ്രവർത്തന രംഗങ്ങളിലും വിശാലത സ്വയം വെച്ചുപറപ്പിച്ചില്ലെങ്കിൽ അതിന്റെ വിപത്ത് നമ്മൾ തന്നെ സ്വയം അനുഭവിക്കേണ്ടി വരും എന്നതാണ്. ജമാഅത്തെ ഇസ്ലാമി 4 മദ്ഹബിൽ ഉള്ളവർക്കും ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാം എന്ന് പറയുന്നുണ്ട്. അതൊരു ആർജവമുള്ള നിലപാടെടുക്കാൻ വയ്യാത്തത് കൊണ്ടല്ല, അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടുന്ന മേഖലയാണ് ആ ഫിഖിന്റെ മേഖല എന്നതുകൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മുജാഹിദ് പ്രവർത്തകരോ അനുഭാവികളോ ഉണ്ടെങ്കിൽ ഈ ഉള്ളവനോട് ക്ഷമിക്കണം. എനിക്ക് അതിൽ യാതൊരുവിധ സന്തോഷവുമില്ലാതെ ഒരു വസ്തുത ഞാൻ ഗുണകാംക്ഷയോടുകൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരു വിഭാഗം വേറൊരു വിഭാഗത്തിന്റെ നേരെ ആരോപിക്കുന്നത് ആദർശപരമായ വ്യതിയാനം, ആദർശ വ്യതിയാനം എന്നാണ് പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ച് പലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. കാരണം എനിക്ക് വളരെ പ്രിയപ്പെട്ടവരും എന്നോട് അടുത്ത് പെരുമാറുന്നതുമായ മുജാഹിദ് പ്രവർത്തകർ ധാരാളമുണ്ട്. എന്റെ കുടുംബത്തിലും അല്ലാതെയും പല നേതാക്കന്മാരോടും നമുക്ക് നല്ല വ്യക്തിബന്ധമുണ്ട്. ഞാൻ ആ ചില നേതാക്കന്മാരോട് വരെ ഈ വസ്തുത പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെയും ഇത്തരം സംസാരങ്ങൾ നടത്തിയിട്ടുണ്ട്, അനൗപചാരികമായി അവരുടെ മനസ്സിന്റെ ഒരു വേദന കൊണ്ട്. എന്താ വിഷയം എന്ന് ചോദിച്ചാൽ, ആദർശ വ്യതിയാനം എന്ന് മലയാളത്തിൽ പറയാൻ നല്ല സുഖമുണ്ട്, എളുപ്പം പറഞ്ഞു വിടാം. സ്വന്തം ബാപ്പ അപ്പുറത്തും മകനിപ്പുറത്തും, സഹോദരൻ അപ്പുറത്തും മറ്റേ സഹോദരൻ ഇപ്പുറത്തും, ഇങ്ങനെയൊക്കെയുള്ള നിർഭാഗ്യവശാൽ ആര് വളർന്നാലും അങ്ങനെ തന്നെയാണ്. ആരെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത്തരം ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ. പക്ഷെ ഞാനിപ്പോൾ പറയുന്ന വിഷയം നിങ്ങൾ ആലോചിക്കേണ്ടുന്ന കാര്യം, ഈ ആദർശം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അറബി അഖീദ എന്നല്ലേ? അപ്പോൾ ആദർശ വ്യതിയാനം എന്ന് പറഞ്ഞാൽ അഖീദയിൽ പിഴവ് എന്നാണ്. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം ബാപ്പയെ ഇനി മകന് സഹകരിക്കാതിരിക്കാൻ പറ്റുമോ? അത്തരം വിഭാഗങ്ങൾ ഒന്നിച്ചു നടത്തുന്ന പള്ളികളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുടർന്ന് നമസ്കരിക്കേണ്ടി വരില്ലേ? അപ്പോൾ കർമ്മശാസ്ത്ര രംഗത്തുള്ള വിശാലത ജമാഅത്ത് കാണിച്ചു കൊടുത്തപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിഭാഗത്തിന് ആദർശ രംഗത്ത് തന്നെ വിശാലതയും വിട്ടുവീഴ്ചയും കാണിക്കേണ്ടി വരുന്നു എന്ന് വന്നാലോ സംഗതി നിസ്സാരമാണോ? അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, ആരോപണങ്ങൾ ആരായാലും വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ജമാഅത്തെ ഇസ്ലാമി ആരെയും ഗുണദോഷിക്കുവാനും ആരെയും താക്കീത് ചെയ്യുവാനും പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ല. പക്ഷേ ഈ സമുദായത്തിന്റെ ഭാഗം എന്ന നിലക്ക് ഞങ്ങൾക്ക് വിനയത്തോടുകൂടി പറയാനുള്ളത്, വാക്കുകൾ നാവിൽ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ അത് മൂർച്ചയുള്ള വാളുകളാണ്. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കണം. ഇത് നേരത്തെ തന്നെ അനുയായികളെ പഠിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതാണ് കർമ്മശാസ്ത്ര വിഷയങ്ങളിലെ വിശാലത. ആ വിശാലത എന്ന് പറയുന്നത് അങ്ങനെ ഒരു ജീവിതശീലമുണ്ടാകുമ്പോൾ അത് ചിന്തയിലെ ഒരു വിശാലതയാണ്, അത് സമീപനത്തിലെ വിശാലതയാണ്, അത് കാര്യങ്ങൾ ഏകോപിച്ച് നടത്തുന്നതിന് പരമാവധി യോജിക്കാവുന്ന ബിന്ദുക്കളുണ്ട് എന്ന് തേടുന്ന പ്രവാചകന്റെ പ്രബോധനത്തിന്റെ സംസ്കാരമാണ്. അതല്ലേ പ്രവാചകന്റെ പ്രബോധനത്തിന്റെ സംസ്കാരം? യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും. ആരോടാ പറയുന്നത്? ഖുൽ യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ നിങ്ങൾ വരുവിൻ. വേദക്കാരെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ, ജൂതന്മാർ. നിങ്ങൾ വരുവിൻ. അവരും നമ്മളും തമ്മിൽ തർക്കമുള്ള ഒരുപാട് വിഷയങ്ങളില്ലേ? മർമ്മപ്രാധാന്യമുള്ള വിഷയങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ സംവാദത്തിനുണ്ടോ? ഖണ്ഡനമണ്ഡനങ്ങൾ, മറുപടികൾ എന്നൊന്നല്ല. നിങ്ങൾ വരുവിൻ. എവിടേക്ക് വരുവിൻ? ഇലാ കലിമ, ഒറ്റ വചനത്തിലേക്ക്. സവാഇൻ ബൈനനാ വബൈനക്കും. നമ്മളുടെ വിയോജിപ്പിന്റെ മേഖല എവിടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു വിഭാഗത്തിനും ചേർന്ന രീതിയല്ല. മുസ്ലിം സമുദായത്തിനോട് ജമാഅത്തെ ഇസ്ലാമി ഇത്രയും കാലം അടിക്കടി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, യോജിപ്പിന്റെ ഘടകങ്ങൾ എവിടെയെന്ന് നോക്കണം. വിയോജിപ്പിന്റെ ബീജങ്ങളെ തേടിക്കൊണ്ടിരിക്കുക അത് സമുദായത്തിന് ചേർന്ന പണിയല്ല. ഈ സമുദായത്തിന്റെ പൊതുവെയുള്ള ഒരു ശീലം അതാണ്.
ജമാഅത്തെ ഇസ്ലാമിയെ സമീപിക്കുമ്പോഴും ആളുകൾ ആ മാർഗമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് വിനയത്തോടുകൂടി പറയുവാനുള്ളത്, വിയോജിപ്പിന്റെ മേഖലകളെ പരതി നടക്കുന്നത് പൈശാചികമാണ്. പ്രവാചകന്റെ മാതൃക യോജിപ്പുകളുണ്ടോ എന്ന് പരിശോധിക്കുക. വിയോജിപ്പുകളുണ്ട് എന്നറിയാം, പക്ഷേ അത് വിഷയമാക്കുന്നില്ല. അതാണ് ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും. അല്ലാഹുവിന് പുത്രന്മാരുണ്ട് എന്ന് പറഞ്ഞ ജൂതന്മാരും ക്രിസ്ത്യാനികളും രണ്ടു കൂട്ടർക്കും ആ വാദമുണ്ട്. ഉസൈറിനെ കുറിച്ച് ജൂതന്മാരും ഈസയെ പറ്റി ക്രിസ്ത്യാനികളും അലൈഹിസ്സലാം രണ്ടു കൂട്ടർക്കും ആ വാദമുണ്ട്, അള്ളാഹുവിന് പുത്രന്മാരുണ്ട് എന്ന്. അങ്ങനത്തെ വിഭാഗത്തെ അള്ളാഹു ക്ഷണിക്കാൻ ആവശ്യപ്പെടുകയാണ്. പ്രവാചകരെ, താങ്കൾ പറ, നിങ്ങൾ വരുവിൻ ഒരു വചനത്തിലേക്ക്, സവാഇൻ ബൈനനാ വബൈനകും. അവിടെ നമുക്ക് യോജിക്കാം. ഇങ്ങനെ യോജിപ്പിന്റെ മാർഗങ്ങൾ നമ്മൾ തേടണം, എന്നിട്ട് അതിലൊന്നിക്കണം. അപ്പോൾ മുസ്ലിം സമൂഹത്തിന് യോജിക്കാവുന്ന ഒരു ബിന്ദുവാണ് ഈ പറഞ്ഞത്. ഫിഖിന്റെ വലിയ മേഖലകളിൽ വിശാലത സ്വാഭാവികമാണ്. അവിടെ നമ്മൾ വാദിച്ച് സ്ഥാപിച്ച് രണ്ടഭിപ്രായമുള്ളതിൽ ഒരഭിപ്രായത്തെ ബലപ്പെടുത്തുക ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടി ഈ സമുദായത്തിന് ഏകാഭിപ്രായമുള്ള വിഷയം സ്ഥാപിക്കാൻ ശ്രമിക്കലാണ്, അതിനനുകൂലമായി ജനാഭിപ്രായം രൂപീകരിക്കലാണ്, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലാണ്, അതിനെപ്പറ്റി പ്രബോധനം നടത്തലാണ്. അതൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടി. രണ്ടഭിപ്രായമുള്ള വിഷയങ്ങളിൽ ഒരഭിപ്രായത്തിന് പിൻബലമേകുന്നതിനേക്കാളേറെ ഏകാഭിപ്രായമുള്ള, എല്ലാവർക്കും യോജിപ്പുള്ള വിഷയങ്ങൾ, അതിൽ നമ്മൾ ഒന്നിക്കുക. മറ്റു വിഷയങ്ങളിലെ വിശാലതകളെ വീക്ഷണ വ്യത്യാസങ്ങളായി, അതൊരനുഗ്രഹമായി അങ്ങനെ കാണാൻ നമുക്ക് കഴിയുക. ഈ ഒരു കാര്യത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കണം എന്നുകൂടി ഈ വൈകിയ വേളയിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രകടനാത്മകമായ സംഘടനകളുടെ എല്ലാ മാത്സര്യങ്ങൾക്കുമിടയിൽ ഉദ്ദേശശുദ്ധി നഷ്ടപ്പെടാതിരിക്കാൻ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും അനുഭാവികളും മൊത്തം സമൂഹവും ശ്രദ്ധിക്കണം എന്നൊരപേക്ഷ കൂടി എനിക്കുണ്ട്. ഞാനിത് അവസാനിപ്പിച്ചുകൊണ്ട് പറയാൻ പോകുന്നത് ആ കാര്യമാണ്. സംഘടനാ മാത്സര്യങ്ങളുടെ മനസ്ഥിതി നമ്മെ വല്ലാതെ സ്വാധീനിച്ചു കഴിയുമ്പോൾ യഥാർത്ഥ പ്രചോദകങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് നമ്മൾ ആലോചിക്കണം. എല്ലാ പ്രവർത്തനങ്ങളുടെയും അന്തിമ പ്രചോദനം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം പറഞ്ഞിടത്ത് വിശദീകരിച്ചതുപോലെ അള്ളാഹുവിന്റെ പ്രീതിയും പരലോകമോക്ഷവും തന്നെയായിരിക്കണം. അതിനു വേണ്ടിയാണിതെല്ലാം. അത് പോയതിനു ശേഷം പിന്നെ എല്ലാം നേടിയിട്ടും ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് പടച്ച തമ്പുരാൻ നമ്മുടെ എല്ലാ സംരംഭങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ മാർഗത്തിൽ ഇനിയും കൂടുതൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുവാനുള്ള തൗഫീക്കും സന്മനസ്സും ദുർബലരായ നമുക്കവൻ കരുത്തോടെ നൽകി അവന്റെ മാർഗത്തിൽ സജ്ജരായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹ് ഈ മാർഗത്തിലൂടെ സഞ്ചരിച്ച നമ്മുടെ മുൻഗാമികളായ ആളുകൾ, ആ മഹാന്മാർ, ത്യാഗികൾ, അവരെ പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ.